ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ 10ാമത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഓരോ ഭാഗമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ഇൻഡസ് ആപ്പ് സ്റ്റോർ ആണ്. ഇൻഡസ് ആപ്പ് സ്റ്റോർ ആണ്. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം ഏതാണ്? അത് നന്ദിയോടാണ്. നന്ദിയോട്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമമാണ് നന്ദിയോട്, തിരുവനന്തപുരം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആരംഭിച്ച IIT ഏതാണ്? അത് IIT ഗുവാഹത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആരംഭിച്ച IIT ആണ് IIT ഗുവാഹത്തി. നെക്സ്റ്റ്, സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയത് ഏതാണ്? ആദിത്യ L1 ആണ്. ആദിത്യ L1 ആണ്. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയത് ആദിത്യ L1 ആണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? അത് ഇൻഡസ് ആപ്പ് സ്റ്റോർ ആണ്. ഇൻഡസ് ആപ്പ് സ്റ്റോർ ആണ്. അതുപോലെ സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം ഏതാണ്? നന്ദിയോട്, തിരുവനന്തപുരം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആരംഭിച്ച IIT ഏതാണ്? IIT ഏതാണ്? അത് IIT ഗുവാഹത്തിയാണ്. നെക്സ്റ്റ്, സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയത് ഏതാണ്? ആദിത്യ L1 ആണ്. ആദിത്യ L1 ആണ്. നെക്സ്റ്റ്, ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം ഏത്? ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം ഇന്ത്യ. നെക്സ്റ്റ്, ഗൂഗിളിന്റെ ബദലായി ഈലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായി ഈലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? എക്സ് മെയിൽ ആണ്. എക്സ് മെയിൽ. ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായിട്ട് ഈലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനമാണ് എക്സ് മെയിൽ. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗസൽ രാജകുമാരൻ ആരാണ്? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗസൽ രാജകുമാരൻ ആരാണ്? അത് പങ്കജ് ഉദാസ് ആണ്. പങ്കജ് ഉദാസ് ആണ്. തിരിച്ചും ചോദിക്കാം, പങ്കജ് ഉദാസ് ഏത് മേഖലയിലാണ്? ഗസലാണ്. ഗസല്. നെക്സ്റ്റ്, കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? അത് മൺകുരലാണ്. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ് ഇത് മൺകുരലാണ്. അപ്പം നോക്കാം, ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇനി ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായി ഈലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? എക്സ് മെയിൽ ആണ്. എക്സ് മെയിൽ. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗസൽ രാജകുമാരനാണ് ആര്? പങ്കജ് ഉദാസ്. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? അത് മൺകുരലാണ്. മൺകുരൽ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന് തലവനായ മലയാളി ആരാണ്? അത് പ്രശാന്ത് ബാലകൃഷ്ണനാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അപ്പൊ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന് തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. നെക്സ്റ്റ്, നാവികസേനാ മേധാവിയായ ആദ്യ മലയാളി അഡ്മിറൽ ആരാണ്? നാവികസേനാ മേധാവിയായ ആദ്യ മലയാളി അഡ്മിറൽ ആണ്. ആദ്യ മലയാളി അഡ്മിറൽ ആരാണ്? അത് R ഹരികുമാർ ആണ്. R ഹരികുമാർ ആണ് നാവികസേനാ മേധാവിയായ ആദ്യ മലയാളി അഡ്മിറൽ.
നെക്സ്റ്റ്, ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹൈഡ്രജൻ യാനം നിർമ്മിച്ചത് ആരാണ്? ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹൈഡ്രജൻ യാനം, അത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹൈഡ്രജൻ യാനം നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് ഏത്? സാമുരി നോറം. സാമുരി നോറം. ഇനി ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന് തലവനായ മലയാളിയാണ് ആര്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇനി നാവികസേനാ മേധാവിയായ ആദ്യ മലയാളി അഡ്മിറൽ ആണ് ആർ ഹരികുമാർ. ആർ ഹരികുമാർ. ഇനി ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹൈഡ്രജൻ യാനം നിർമ്മിച്ചത് ആരാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ്. നെക്സ്റ്റ്, ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായിരിക്കും. ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജി ആരാണ്? അത് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായിട്ട് നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? അത് ഡൽഹിയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ വേഗമേറിയ സെഞ്ചുറി സ്വന്തമാക്കിയ താരമാരാണ്? അത് ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ വേഗമേറിയ സെഞ്ചുറി സ്വന്തമാക്കിയ താരമാണ് ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ. നെക്സ്റ്റ്, ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഏതാണ്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഏതാണ്? അത് ഒഡീസിയസ് ആണ്. അപ്പൊ നോക്കാം. ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ പദ്ധതി തുടക്കം കുറിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ വേഗമേറിയ സെഞ്ചുറി സ്വന്തമാക്കിയ താരമാരാണ്? ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ ആണ്. ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഏതാണ്? ഒഡീസിയസ് ആണ്. നെക്സ്റ്റ്, കേരളത്തിലെ സാങ്കേതിക വിദ്യാരംഗത്ത് മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? അത് കോഴിക്കോടാണ്. കേരളത്തിലെ സാങ്കേതിക വിദ്യാരംഗത്ത് മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇനി ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? അത് രാജീവ് ഗൗബയാണ്. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹോക്കി ഇന്ത്യ CEO ആരാണ്? അത് എലേന നോർമൻ ആണ്. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹോക്കി ഇന്ത്യ CEO ആണ് എലേന നോർമൻ. നെക്സ്റ്റ്, ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് എന്നാണ്? ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28 ആണ്. അപ്പൊ കേരളത്തിന്റെ സാങ്കേതിക വിദ്യാരംഗത്ത് മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോയ്ക്ക് വേദിയാവുന്നത് എവിടെയാണ്? കോഴിക്കോട്. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ആര്? രാജീവ് ഗൗബ. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹോക്കി ഇന്ത്യ CEO ആണ് എലേന നോർമൻ. ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28. നെക്സ്റ്റ്, കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് ആരാണ്? കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് അത് സന ഇർഷാദ് മട്ടു. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? അത് അബുദാബിയാണ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? അബുദാബി. ഇനി കേരള സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റതാരാണ്? കേരള സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനായിട്ട് ചുമതലയേറ്റതാരാണ്? ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്.
നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? അത് ഒഡീഷയിലെ സാമ്പൽപൂർ ആണ്. സാമ്പൽപൂർ ഒഡീഷയാണ്. അപ്പോൾ നോക്കാം, കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് അബുദാബി. കേരള സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് സാമ്പൽപൂർ ഒഡീഷ. നെക്സ്റ്റ്, സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? അത് രംഗ്പോയിലാണ്. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ്. അത് എവിടെയാണ്? രംഗ്പോ. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കായിക താരങ്ങൾക്ക്, രാജ്യത്ത് ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ഏതാണ്? IIT മദ്രാസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. നെക്സ്റ്റ്, നാഷണൽ കൾച്ചറൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാനത്തിന് അർഹനായത് ആരാണ്? അത് പ്രതാപൻ തായാട്ടാണ്. പ്രതാപൻ തായാട്ട്. അപ്പൊ നോക്കാം, സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? രംഗ്പോയാണ്. ഈ രാജ്യത്ത് ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. നാഷണൽ കൾച്ചറൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാനത്തിന് അർഹനായത് പ്രതാപൻ തായാട്ടാണ്. പ്രതാപൻ തായാട്ട്. നെക്സ്റ്റ്, 2014 അല്ല 2024 ആണ്. 2024 മാർച്ചില് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? അത് കൊച്ചിയാണ്. 2024 മാർച്ചില് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ഇനി നിലവിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയാണ് ആര്? ഭൂപേന്ദർ യാദവ് ആണ്. നിലവിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ആണ്. ഇനി നിലവിലെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? അത് സജി ഗോപിനാഥ് ആണ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആണ് സജി ഗോപിനാഥ്. നിലവിലെ കേന്ദ്ര ജലശക്തി മന്ത്രി ആരാണ്? അത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. നിലവിലെ കേന്ദ്ര ജലശക്തി മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. നോക്കാം, 2024 മാർച്ചില് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. നിലവിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആണ് സജി ഗോപിനാഥ്. കേന്ദ്ര ജലശക്തി മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. നെക്സ്റ്റ്, കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? അത് അനുരാഗ് സിംഗ് ഠാക്കൂർ ആണ്. നിലവിലെ കായിക വകുപ്പ് മന്ത്രിയാണ് കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാണ് ആര്? വി അബ്ദുറഹ്മാൻ ആണ്. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ്. ഇനി നിലവിലെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ആര്? അത് രാജീവ് കുമാർ ആണ്. രാജീവ് കുമാർ ആണ് നിലവിലെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. രാജീവ് കുമാർ ആണ്. ഇനി നിലവിലെ കർണാടക മുഖ്യമന്ത്രിയാണ് ആര്? സിദ്ധരാമയ്യ ആണ്. നിലവിലെ കർണാടക മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. ഓക്കെ, നോക്കാം, കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിയാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ. ഇനി നിലവിലെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ആര്? രാജീവ് കുമാർ ആണ്. നിലവിലെ കർണാടക മുഖ്യമന്ത്രിയാണ് ആര്? സിദ്ധരാമയ്യ. നെക്സ്റ്റ്, പ്രഥമ ഖേലോ ഇന്ത്യ ആണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഉജ്ജ്വല എന്ന കുരുവിയാണ്. ഉജ്ജ്വല എന്ന കുരുവിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. അടുത്തത്, 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയായത് ഏതാണ്? അത് തിരുവനന്തപുരമാണ്. 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയാണ് തിരുവനന്തപുരം. നെക്സ്റ്റ്, ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ഏതാണ്?
അത് ജിയോ ആണ്. ജിയോ ആണ്. ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ജിയോ. ഇനി ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം ഏതാണ്? അത് മൗറീഷ്യസ് ആണ്. മൗറീഷ്യസ്. ഇപ്പൊ നോക്കാം. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഉജ്ജ്വല എന്ന കുരുവി. 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയായത് ഏതാണ്? തിരുവനന്തപുരത്താണ്. ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ജിയോ. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. നെക്സ്റ്റ്, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025ന്റെ വേദി ഏതാണ്? അത് ടോക്കിയോ, ജപ്പാനാണ്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025ന്റെ വേദി എവിടെയാണ്? ടോക്കിയോ, ജപ്പാനാണ്. ഇനി 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ആരാണ്? വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് അത് ഷാനവാസ് പോങ്ങനാടാണ്. ഷാനവാസ് പോങ്ങനാട്. നെക്സ്റ്റ്, വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? അത് ഹാരിയർ ആണ്. ഹാരിയർ. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഹാരിയർ ആണ്. ഹാരിയർ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞവരാണ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത്? അത് 85 വയസ്സാണ്. 85 വയസ്സാണ്. അപ്പൊ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025ന്റെ വേദി എവിടെയാണ്? ടോക്കിയോ, ജപ്പാനാണ്. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ഷാനവാസ് പോങ്ങനാട്. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഹാരിയർ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞവരാണ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത്? 85 വയസ്സ്. നെക്സ്റ്റ്, അടുത്തിടെ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? അത് ചൈനയാണ്. അടുത്തിടെ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. നെക്സ്റ്റ്, 2023 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 112 ആണ്. 2023 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? അത് പാറ്റ്നയാണ്. ബീഹാറിലെ പാറ്റ്നയാണ്. അപ്പൊ അടുത്തിടെ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന. 2023 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112. രാജ്യത്തെ ആദ്യ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ച സ്ഥലം പാറ്റ്ന, ബീഹാർ. നെക്സ്റ്റ്, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായുള്ള ആപ്പ് സംവിധാനം ഏതാണ്? അതായത് നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരുന്നതാണ് ഹരിതകർമ്മസേന. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ആപ്പാണ് ഇത്. ഹരിതമിത്രം ആപ്പാണ്. ഹരിതമിത്രം ആപ്പ്. ഇനി കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? അത് ഐറിസ് ആണ്. ഐറിസ്. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ്. ലോകത്തിലെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിയാട്രിസ് ആണ്. ബിയാട്രിസ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഏത്? ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ നോക്കാം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുള്ള ആപ്പ് ഏതാണ്? ഹരിതമിത്രം ആപ്പാണ്. ഹരിതമിത്രം ആപ്പ്. ഇനി കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ആര്? ഐറിസ് ആണ്. ഐറിസ്. ഇനി 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഇന്ന് നമ്മൾ 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ബൈ. താങ്ക് യു.